എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇത് കല്യാശ്ശേരിയിലാണ്. കല്യാശ്ശേരിയിൽ NH-66 വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് NH-66 വർക്ക് എത്രത്തോളമായി നോക്കാം. ഇത് കീച്ചേരിയാണ്. കീച്ചേരിയിൽ നിന്ന് കല്യാശ്ശേരിയിലേക്ക് പോകുന്ന NH-66 ആണ്. അവിടെ ഒരുപാട് മണ്ണെല്ലാം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിരപ്പാക്കി എടുക്കണത്. നമുക്ക് ഈ വഴി ഒന്ന് കല്യാശ്ശേരി പോയി നോക്കാം. കീച്ചേരിയിൽ ഈ ഭാഗത്ത് ഒരുപാട് പണി നടക്കാറുണ്ട്. കല്യാശ്ശേരിയിലേക്ക് പോകുന്ന ആ റോഡ് താറാലും ചെയ്തു, അങ്ങനത്തോളം താറ ഇട്ടിട്ടുണ്ട്. ഇത് കീച്ചേരിയിൽ നിന്ന് കല്യാശ്ശേരിയിലേക്ക് പോകുന്ന സർവീസ് റോഡ്. ഇത് നല്ല ഹൈറ്റ് ഉണ്ട്, ഭയങ്കര ഹൈറ്റ്. അത് ഇത് അവിടെ വരെ താറിട്ടിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് അങ്ങോട്ട് പണി നടക്കാണ്ട്, താങ്ങിൻ്റെ പണി നടക്കാണ്ട്. ഈ ഭാഗത്തിൽ ഒരുപാട് ബാരിയർ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പണി നടക്കണം. അതിൻ്റെ നടുക്കാണ് ഈ ബാരിയർ ഫിക്സ് ആക്കേണ്ടത്. ഇതൊക്കെ നല്ല റോഡാണ് കേട്ടോ, നല്ല വീതിയുള്ള റോഡാണ്. കല്യാശ്ശേരി മംഗലശ്ശേരി താവ. ആ ഭാഗത്ത് കുറച്ച് പണി നടക്കാനുണ്ട്, ബാരിയറിൻ്റെ കുറച്ച് പണി നടക്കാനുണ്ട്. ഇവിടേക്ക് സെൻട്രൽ ബാരിയർ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ കോൺക്രീറ്റിൻ്റെ പാനൽ. വലത് സൈഡ് ഒരുപാട് ജില്ലയിലും കൊണ്ടിട്ടുണ്ട്. ഒരുപാട് താറ് നടക്കാനുണ്ട്. ഇത് കല്യാശ്ശേരിയിലെ താവയാണ്. താവേൻ്റെ അടുത്തുള്ള ഹൈവേ. ഈ ഹൈവേയും സർവീസ് റോഡും തമ്മിലുള്ള വലിയ ഹൈറ്റ് ഇല്ല, അങ്ങോട്ടുള്ള ഭയങ്കര ഹൈറ്റായിരുന്നു. ഇവിടെയൊക്കെ ഒരുപാട് ജില്ലിക്കല്ല് കൊണ്ടുവച്ചിട്ടുണ്ട്. താറിങ്ങിൻ്റെ പണി ഇനി നടക്കാനുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട് ഇതൊക്കെ. ഇതിൽ ഒരുപാട് ഗഡറുകൾ കാണാൻ പറ്റും. ഈ ഗഡർ വെക്കാനായിരിക്കും ആ കഴിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടാവുക. ഇവിടെ രണ്ട് കഴിഞ്ഞ് കാണാൻ പറ്റും. നല്ല ഹൈറ്റിൽ നല്ല വലിയ കഴിഞ്ഞാൽ ഇത്. ഇപ്പോൾ കല്യാശ്ശേരിയിൽ നിന്ന് പഴയ NH-17 പോകുന്ന റോഡ്. ഇത് കല്യാശ്ശേരി മൊത്തം മാറിപ്പോയി. കല്യാശ്ശേരി ഗ്രൗണ്ട്, അവിടുത്തെ ടവർ, കല്യാശ്ശേരി സ്കൂൾ കാണാൻ പറ്റും. നമുക്ക് ദൂരെ ഓഡിറ്റോറിയം കാണാൻ പറ്റും. ഇതാണ് പഴയ NH-17 റോഡ്. ഇപ്പോൾ ഈ ഭാഗത്തെല്ലാം പൊളിച്ചിട്ടുള്ളത്, അങ്ങനത്തോളം പൊളിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പണി നടക്കാനുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാനുണ്ട് ഇനി ഇങ്ങോട്ടേക്ക്. ഇത് കല്യാശ്ശേരിയിലെ പഴയ റോഡാണ്. അതിന് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വളവായത്. ഈ ഹൈവേ വരുന്നതുകൊണ്ട് ആ വളവെല്ലാം ക്ലിയറായി. കല്യാശ്ശേരി ബസ്സെല്ലാം ഇപ്പോൾ അവിടെ നിർത്തല്. ഇത് കല്യാശ്ശേരി ഹൈസ്കൂള്. അതിന് തൊട്ടടുത്ത് CSB ബാങ്ക്. അതിന് കുറച്ചങ്ങോട്ട് മണക്കുളങ്ങര അങ്ങോട്ട് പോകുന്ന റോഡ്. ഈ സൈഡ് ഒരുപാട് വർക്ക് നടക്കാറുണ്ട്. ബാങ്ക് ഓഡിറ്റോറിയത്തിനടുത്തുള്ള സർവീസ് റോഡും ഹൈവേയും നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഇവിടെ ആ ബസ് വരുമ്പോൾ മനസ്സിലാവും. ബസ്സിനേക്കാളും ഹൈറ്റിലാണ് ഇത് ഉള്ളത്. ഈ ഒരു സ്ഥലത്താണ് പണ്ട് ഒരുപാട് കടകളും ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നത്.
ഇത് മാങ്ങാട് നിന്ന് കല്ലിശ്ശേരിയിലേക്ക് പോകുന്ന റോഡ്. അവിടെ ബാങ്ക് ഓഡിറ്റോറിയം കാണാം നമുക്ക്. ഈ ഒരു പോർഷൻ തോന്നില്ല, ഈ ഒരു സൈഡിലോട്ട് മാത്രമാണ് വണ്ടി പോകുന്നത്. ഇപ്പം ബാങ്ക് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെയാണ് ബസ് നിർത്തല്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. പണ്ട് അവിടെ നിന്ന് ബസ് നിർത്തില്ല. അപ്പോൾ കല്ലിശ്ശേരി 2 ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. നല്ല തിരക്കുണ്ടാവും, നല്ല ട്രാഫിക് ഉണ്ടാവും. ഒരു ഭാഗത്താണ് വണ്ടികളെല്ലാം കളയുന്നത്. ഇപ്പോൾ ബാങ്ക് ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അണ്ടർപാത്തിൻ്റെ പണിയൊക്കെ ഉണ്ട്. ഇതിവിടെ അണ്ടർപാത്തിൻ്റെ പണി നടക്കുന്നു. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തു. ഈ ഭാഗത്ത് ചെയ്യണത് അതിൻ്റെ പണി ഇപ്പോൾ നടക്കുന്നു. വെൽഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കമ്പികൾ, അതിൻ്റെ പൈപ്പ് ഒക്കെ ഉണ്ട്. ഈ ഒരു സൈഡിൽ അടുത്ത് തന്നെ കോൺക്രീറ്റ് ചെയ്യും. ഇനി ഇവിടെ ചെയ്യാനുണ്ട്. നമുക്ക് കല്യാണത്തിൻ്റെ പുതിയ ഹൈവേയിലോട്ട് പോയി നോക്കാം. അടുത്ത ഭാഗത്ത് ഒരുപാട് പണി നടക്കാനുണ്ട്. 2 പണികൾക്ക് നല്ല വീതിയുള്ള റോഡായിരിക്കും. ഇവിടുന്ന് വണ്ടിയെല്ലാം പഴയ ഹൈവേയിലോട്ടാണ് പോകുന്നത്. ഇതാണ് കല്യാശ്ശേരി നിന്ന് കീച്ചേരിയിലേക്ക് പോകുന്ന സർവീസ് റോഡ്. അതിലൂടെ നമുക്ക് പോയി നോക്കാം. ഈ ഒരു സൈഡ് സർവീസ് റോഡും ഹൈവേയും തമ്മിൽ വലിയ ഹൈറ്റ് ഒന്നുമില്ല. അത്യാവശ്യം ഒരു വാനിൻ്റെ ഹൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് കീച്ചേരിയിലൊക്കെ എത്താനാൽ നല്ല ഹൈറ്റ് ഉണ്ട്, സർവീസ് റോഡും ഹൈവേയും തമ്മിൽ. ഇത് കല്യാശ്ശേരിയിലെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള സർവീസ് റോഡായത്. ഒരുപാട് വണ്ടി ഇതിലേ പോകുന്നുണ്ട്. കല്യാശ്ശേരിയിൽ പണിക്ക് വന്ന് എല്ലാവരും ഇവിടെയാണ് താമസിക്കൽ. തൊഴിലാളികളെല്ലാം ഇവിടെ താമസിക്കൽ. ഒരു താൽക്കാലിക ടെൻറ്റിലാണ് ഇവിടെ താമസിക്കൽ. ലാസ്റ്റൊക്കെ കൊണ്ട് ഉണ്ടാക്കി കാണാനുണ്ട് ഈ സ്ഥലത്ത്. അതാണ് ബാങ്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഏതാണ്ട് ഒരു 100-200 മീറ്റർ അടുത്തുണ്ടാവും. എന്നാൽ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.